ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സാവിത്രി ജഗദീഷിനോട് ഒരു ഗർഭത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. മാലതി പറഞ്ഞ ആ സംശയങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറയുമ്പോൾ ജഗദീഷ് പറയുന്നു, എൻ്റെ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ചേച്ചി ആദ്യം ഒന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഭ്രാന്താണ്, ഭ്രാന്ത്. എൻ്റെ ഭാര്യയുടെ കാര്യമാണ് പറയുന്നത്. 2 ദിവസമായിട്ട് അവൾ പിച്ചും പറഞ്ഞ് കറങ്ങി നടക്കുക. ചേച്ചിയോട് നന്ദിനിയെടുത്ത സംശയമാണെന്നല്ലേ പറഞ്ഞത്? എന്നോട് വേറെ ആളുടെ കാര്യമാണ് പറഞ്ഞത്. ചേച്ചിയുടെ കാര്യമാണ്. ചേച്ചി ഗർഭിണിയാണെന്നാ ആദ്യം എന്നോട് വന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തു വിട്ട്. അടുത്ത പേര് ആരുടെയാണെന്ന് അറിയാമോ? ശരിക്കും നമ്മുടെ അമ്മയുടെ. അമ്മ ഗർഭിണിയാണെന്നാ രണ്ടാമത് എന്നോട് പറഞ്ഞത്. അവൾക്ക് തലയ്ക്കെന്താ കുഴപ്പമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആരെങ്കിലും പറയുമോ? ചേച്ചി അവളുടെ പിറവേ നടന്ന് ചേച്ചിയുടെ വിലപ്പെട്ട സമയം കളയരുത്. ചേച്ചിയുടെ കാര്യം നോക്ക്. എടാ, അവൾ പറയുന്നത് കേട്ട് ഞാൻ വിശ്വസിച്ചു പോയെന്ന് സാവിത്രി. ഇനി ആരുടെ പേര് ആരോടൊക്കെ പറയുമെന്നോ എന്തോ. എൻ്റെ ദൈവമേ, അവൾക്ക് വല്ല വട്ടം പിടിച്ചു എന്നാ എൻ്റെ സംശയം. തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിലേ മിണ്ടാതിരുന്നൂടെ? ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് മനസ്സിലായില്ലേ? അവൾ ഇനി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാലേ മൈൻഡ് ചെയ്യേണ്ട, ഓടിച്ചു വിട്ടേരെ എന്ന് പറഞ്ഞ് ജഗദീഷ് എഴുന്നേറ്റ് പോയി. സാവിത്രി ഇപ്പോൾ ജഗദീഷ് പറഞ്ഞ കാര്യമാണ് ആലോചിക്കുന്നത്. എന്നാലും മാലതിക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്നിങ്ങനെ സാവിത്രി ആലോചിക്കുന്നു. തുടർന്ന് നന്ദിനി കണ്ണാടിയുടെ മുന്നിലേക്ക് പോയിട്ട് വയറിങ്ങനെ പരതി നോക്കുന്നു. മാലതി ആ സമയം അവിടേക്ക് വന്ന് നന്ദിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദിനി കണ്ണാടിയിലേക്ക് നോക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട്, വയറ്റിലേക്ക് തൊട്ടിട്ട്, നീ അമ്മയോട് ക്ഷമിക്കണം. അമ്മയുടെ അവസ്ഥ അതായതുകൊണ്ടാണ് ആദ്യമൊക്കെ നിന്നെ അവഗണിച്ചത്. ഇപ്പോൾ എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടവും വാത്സല്യമൊക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നവും മാറി. ഞാൻ നിന്നെ പ്രസവിക്കുകയും ചെയ്യും. ചെമ്പകമംഗലത്തുള്ളവർ എൻ്റെ ഭാവയെ സ്വീകരിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആരെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈ കുടുംബത്തിൻ്റെ സൗഭാഗ്യമാണ് എൻ്റെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞ്. ഇതെല്ലാം മാലതി കേൾക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് പോകുന്നു. സാവിത്രി വന്ന് രാജലക്ഷ്മിയോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് പറയുന്നു, മാലതിക്ക് എന്തോ തകരാറുണ്ട്. അല്ലെങ്കിൽ അമ്മ ഗർഭിണിയാണെന്ന് ജഗദീഷിനോട് അവൾ ചെന്ന് പറയൂ. എൻ്റെ പേരും പറഞ്ഞെന്നാണ് അവൾ പറഞ്ഞത്. എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. ജഗദീഷ് പറഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. അവൾ പരസ്പരം ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നതും കാണിക്കുന്നതും. ഇപ്പോൾ കൊണ്ടുപോയാലും മര്യാദയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ കാര്യങ്ങൾ നടത്താം. പിന്നെ കൈവിട്ടു പോകും. എനിക്കതല്ല, ജഗദീഷിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ്. അവനും തോന്നിയിട്ടുണ്ട് അവൾക്കെന്തോ വയ്യായിക വന്നിട്ടുണ്ടെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയതാണെങ്കിലോ എന്ന് രാജലക്ഷ്മി. എനിക്ക് തോന്നിയതില്ലെന്ന് ഞാൻ അമ്മയെ മനസ്സിലാക്കി തരാം. അവൾ അറിയാതെ നമുക്ക് അവളെ നിരീക്ഷിച്ച് നോക്കാമെന്ന് സാവിത്രി രാജലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് ഒറ്റയ്ക്ക് നിന്നിങ്ങനെ മാലതി ഒറ്റയ്ക്ക് പറയുകയാണ്. അപ്പോൾ നന്ദിനി എഴുതുകയാണ് ഗർഭം. ഇതാരോട് പറയണം? ഇത് നിന്റെ വിജയമാണ്, നിന്റെ മാത്രം വിജയം. ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുകയും ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്നതാണ് സാവിത്രിയും രാജലക്ഷ്മിയും കാണുന്നത്. അമ്മ ഇപ്പോൾ കണ്ടോ അവൾ ഒറ്റയ്ക്ക് ഓരോന്ന് സംസാരിക്കുന്നത്? ഇതിനാ വട്ടെന്ന് പറയുന്നത്. അമ്മ വിഷമിക്കേണ്ടെന്നേ. 1 or 2 പിരിയാതെ ടൈറ്റാക്കി വെച്ചാൽ എല്ലാം ശരിയാകും. രാജലക്ഷ്മി പറയുന്നു. എന്നാലും മാലതിക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ. മനുഷ്യൻ്റെ കാര്യമല്ലേ? എല്ലാവരും അറിയുന്നതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത കാര്യം ശരിയാക്കണം. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും അവൾ പറഞ്ഞുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ സാവിത്രി പറയുന്നുണ്ട്. ഈ സമയം മീനാക്ഷി ജഗദീഷിൻ്റെ അരികിലേക്ക് പോയി ദേവമ്മയുടെ കാര്യം മുത്തശ്ശിയോട് സംസാരിക്കുന്നത് എന്താ എന്ന് ചോദിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഞാനും ചിന്തിക്കുന്നത്. പറയുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാകും. പിന്നെ ഒരു സാഹചര്യമൊത്ത് വന്നില്ലെന്ന് ജഗദീഷ്. ഇത് അധികം നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ചെറിയച്ച. നമ്മൾ പറയാതെ എന്തെങ്കിലും കാര്യം കൊണ്ട് മുത്തശ്ശിയും സാവിത്രിയമ്മയും മാരുതി ചെറിയമ്മയും അറിഞ്ഞാൽ അവരെ ഒളിപ്പിച്ചു വെച്ചെന്ന് പരാതിയാകും. പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. അതാണ് പ്രശ്നം. ഇതൊന്ന് സംസാരിച്ച് ഓക്കെ ആക്കിയാൽ സമാധാനത്തിലിരിക്കാമല്ലോ. ചെറിയച്ചൻ പറയുന്നത് വരെ നമുക്ക് 3 പേർക്കും ടെൻഷനാണ്. ഇത് കേട്ട് ജഗദീഷ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ തന്നെ അമ്മയോട് സംസാരിക്കാം. മുത്തശ്ശിയോട് എന്തായാലും ചെറിയച്ചൻ കാര്യം പറയും, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് മീനാക്ഷി. സാവിത്രിയും രാജലക്ഷ്മിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്മ വിഷമിക്കേണ്ട, നമുക്കൊരു ഡോക്ടറെ കാണാൻ ജഗദീഷിനോട് പറഞ്ഞിട്ട് എനിക്ക് സാവിത്രി പറയുന്നു. അവിടേക്ക് മാലതി വന്നിട്ട് പറയുന്നു, 2 പേരും ഇവിടെ ഇരിക്കുകയാണല്ലേ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ കാര്യമാണെന്ന് സാവിത്രി. അതറിയുമ്പോൾ നിങ്ങൾ ഞെട്ടിത്തെറിക്കും. ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ല ഈ വീട്ടിൽ ഒരാൾ ഗർഭിണിയാണെന്ന്. അത് ആരാണെന്ന് അറിയാമോ? നന്ദിനി എടുത്തിയാണ്. എൻ്റെ ബുദ്ധിപരമായ ചില നീക്കത്തിലൂടെ അതിവിദഗ്ധമായി ഞാൻ കണ്ടുപിടിച്ചതാണ്. ഈ ചെമ്പകമംഗലം തറവാടിനെ നാണക്കേടുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ ഈ മാലതി അനുവദിക്കില്ല. ചെല്ല്, അവരുടെ മുഖത്ത് നോക്കി ചോദിക്കിയത് സത്യമാണോ എന്ന്. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി അമ്മ പറയണം, മൂത്ത മരുമകളുടെ കള്ളക്കളി ഈ ഇളയ മരുമകളെ വെച്ചേക്കില്ലെന്ന്. ഇരുന്ന് സമയം കളയാതെ ചെല്ലമ്മയെന്ന് പറയുന്നു. രാജലക്ഷ്മി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ സാവിത്രി തടയുന്നു, കണ്ണ് കാണിക്കുന്നു. വേണ്ടെന്ന്. തടയേണ്ട ചേച്ചി, ഇത് കേൾക്കുമ്പോൾ ഏതൊരമ്മയും പ്രതികരിക്കും. അതുകൊണ്ട് അമ്മ ഇവിടെ, അമ്മ ചെന്ന് 2-1 അറിഞ്ഞിട്ട് വരട്ടെ എന്നൊക്കെ മാലതി. രാജലക്ഷ്മി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ വട്ട് എന്നൊക്കെ ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് സാവിത്രി. ചേച്ചി, അമ്മ ഇവിടെ, ഈ വാർത്ത
അറിഞ്ഞ് ചോരത്തിളപ്പിൽ തന്നെ അമ്മ പോയി ചോദിക്കട്ടെ എന്ന് മാലതി. എന്തായാലും നീ കണ്ടുപിടിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. സാവധാനം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് സാവിത്രി. ഞാൻ പറഞ്ഞ ഇത്രയും വലിയ ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു കൂസലില്ലാത്തത് എന്താ? ഈ ഒരു വലിയ രഹസ്യം ഞാൻ വന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിത്തരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞങ്ങൾ ശരിക്കും ഞെട്ടിയായിരുന്നു, നീ കാണാഞ്ഞിട്ടാണെന്ന് സാവിത്രി. ആണോ? നിനക്ക് വേണ്ടി ഞങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി ഞെട്ടാമെന്ന് സാവിത്രി. ഒന്ന് ഞെട്ടിക്കാണിക്കുകയാണ് രണ്ടുപേരും. സാവിത്രി, നീ അവളെ കളിയാക്കാതെ, മനഃപൂർവ്വം അവൾ പറയുന്നതല്ലല്ലോ ഇത്. സാവിത്രി, എനിക്ക് നിന്നെ പോലെ തന്നെയാണ് മാലതി. മരുമോളായിട്ടല്ല, മകളായിട്ട് തന്നെയാണ് ഞാൻ ഇവളെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ മാലതി പറയുന്നു. അമ്മ വിഷയത്തിൽ നിന്ന് മാറുന്നു. ഇവിടെ നന്ദിനിയെടുത്ത് ഗർഭിണിയാണെന്നുള്ളത് ഞാനല്ലേ കണ്ടുപിടിച്ചത്? അമ്മ പറയുന്നത് മരുമകളോടുള്ള വാത്സല്യത്തെക്കുറിച്ച്. ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് മാലതി. ഇത് ചികിത്സിക്കാൻ കഴിയാത്തതല്ലല്ലോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മാലതി പറയുന്നു, ചികിത്സിക്കാനോ? ആര് ചികിത്സിക്കാൻ? എത്ര പണം മുടക്കേണ്ടി വന്നാലും മോളെ തിരിച്ച് ഈ അമ്മ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നും രാജലക്ഷ്മി മാലതിയെക്കുറിച്ച്. നല്ല ഹോസ്പിറ്റലിൽ പോകാം, അത് ആയുർവേദമായാലും അലോപ്പതി ആയാലും. അതിന് എനിക്കെന്താ അസുഖമെന്ന് മാലതി ചോദിക്കുന്നു. ഇല്ല, എൻ്റെ കുട്ടിക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ രാജലക്ഷ്മി. അമ്മ എന്താ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച ആൾക്കാരോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കുന്നത്? പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി എന്നെ അസുഖക്കാരിയാക്കുവാണോ? എന്നാൽ പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്കൊരു അസുഖമില്ല. സാവിത്രി പറയുന്നു, എനിക്കിപ്പോൾ ബോധ്യമായി, നിനക്കൊരു അസുഖമില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതായത് ചേച്ചി, സാവിത്രി പറയുന്നു, നന്ദിനിയെടുത്ത് ഗർഭിണിയാണെന്നല്ലേ അത് ആരോടും പറയാതെ അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നീ അത് വിദഗ്ധമായി കണ്ടെത്തിയല്ലേ? അതല്ലേ, അതിനിവിടെ ആർക്കും കുഴപ്പമില്ലേ എന്ന് മാലതി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, അത് സൗകര്യം പോലെ നമുക്ക് നന്ദിനിയോട് ചോദിക്കാൻ. നീ പോയി കിടക്ക്, എന്നിട്ട് വിശ്രമിക്കേ, തലയൊന്ന് തണുക്കട്ടെ. ഇനി നീ ഒന്നും പറയണ്ടല്ല, ഞങ്ങൾക്ക് മനസ്സിലായി, ചെല്ലും മോളെ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി മാലതിയെ പറഞ്ഞു വിട്ടു. ഇത് സമയം ജഗദീഷ് വിചാരിക്കുന്നു, എല്ലാം ഇപ്പോൾ തന്നെ അമ്മയോട് പറയണം. ഇനിയും താമസിച്ചാൽ മീനാക്ഷി പറഞ്ഞതുപോലെ അത് പ്രശ്നമാകും. ഈ സമയത്താണ് മാലതി എവിടേക്ക് വരുന്നത്. ജഗദീഷ് ഏട്ടൻ ഇത് എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു. ഞാൻ ജഗദീഷ് ഏട്ടനോട് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്ന് ചോദിക്കുന്നു. ജഗദീഷ് ഏട്ടനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് വട്ടുണ്ടെന്ന്? എടി, ഉറപ്പുള്ള കാര്യത്തിന് എന്തിനടി സംശയം? നിനക്ക് ചെറിയ വട്ടൊന്നുമല്ല, മുഴുവട്ട. അത് എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നിനക്ക് മാത്രം ഇപ്പോൾ അത് മനസ്സിലായി എന്ന് മാത്രം എന്ന് പറഞ്ഞ് ജഗദീഷ് പോകുന്നു. ഇതേസമയം രാജലക്ഷ്മിയും സാവിത്രിയും സംസാരിക്കുകയാണ്. മാലതിക്ക് ഇങ്ങനെയൊരു മാനസിക പ്രശ്നമുണ്ടാകാൻ കാരണമെന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജഗദീഷ് അകത്ത് പോകുമെന്ന് അറിഞ്ഞപ്പോൾ മുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സ് താളം തെറ്റാൻ അത് തന്നെ ധാരാളമെന്ന് സാവിത്രി. മാലതി പറയുന്നത്, ഞാൻ നീയും മുളക്കെ ഗർഭിണിയാണെന്നാ. പ്രശ്നം ജഗദീഷിൻ്റെതാണെങ്കിലും അവളുടെ മനസ്സിലുള്ളത് ആ ഗർഭത്തിൻ്റെ കേസാണ്. അത് പല രൂപത്തിലാണ് പുറത്തേക്ക് വരുന്നത്. പാവം എൻ്റെ മോൻ, ഇതൊക്കെ എങ്ങനെയാണ് അവൻ സഹിക്കുന്നത്? ആ സമയം ജഗദീഷ് എവിടേക്ക് വരുന്നു. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു, അത് നന്നായി. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് വിഷമിക്കാതെ, പ്രശ്നമുണ്ടാക്കാതെ ഇത് പരിഹരിക്കണം. എൻ്റെ അമ്മയോടും ചേച്ചിയോടും ഇതെന്തും പറയാനുള്ള ഒരു കാര്യം എനിക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോടിപ്പോൾ പറയേണ്ടെന്ന് പറഞ്ഞിട്ടും പറയാമെന്ന് കരുതിയത്. എനിക്ക് പറയാനുള്ളത് അമ്മയുടെ മരുമകളെ പറ്റിയാണ്. സാവിത്രി ചേച്ചിക്ക് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ഏകദേശം മനസ്സിലായി കാണും. കാരണം കുറച്ചു മുന്നേ നമ്മൾ ഇതേപ്പറ്റി സംസാരിച്ചതാണല്ലോ. എന്നാൽ സാവിത്രി വിചാരിക്കുന്നത് മാലതിക്ക് ഭ്രാന്ത്, അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അമ്മയെ പുറത്തറിഞ്ഞാൽ വലിയ നാണക്കേടുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നുകൊണ്ടായിരിക്കും നിങ്ങളോട് ഇതൊന്നും പറയാതിരുന്നത്. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ, അതൊന്ന് ഉറപ്പിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇരുന്നത്. നിന്റെ സംശയം ശരിയായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നീ വന്നത്. അല്ലെങ്കിൽ തന്നെ അമ്മ ആകെ വിഷമത്തിലാണ്. ഒരു തീരുമാനം എടുക്കാൻ അമ്മയ്ക്കും സാധിക്കുന്നില്ലെന്ന് സാവിത്രി. അമ്മ ഇങ്ങനെ സംഭവിച്ചത് തറവാടിന് വലിയ മാനക്കേടായിട്ട് അമ്മ കരുതരുത്. എല്ലാം നമ്മളൊരു തുറന്ന മനസ്സോടെ നോക്കി കാണണം. നന്ദിനിയെടുത്തി മീനാക്ഷിയും വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. അവരെങ്ങനെയാണ് നിങ്ങളോട് പറയുന്നതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് സാവിത്രി പറയുന്നു, മീനാക്ഷിക്ക് ഇതൊക്കെ അറിയാമോ എന്ന്. അവൾ ആദ്യം അറിഞ്ഞത് എങ്ങനെയാണ് നിങ്ങളടുത്ത് പറയേണ്ടത് എന്നറിയാതെ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പേടിച്ച് മറച്ചു വെക്കേണ്ട കാര്യമാണോ ഇത്? അല്ലെങ്കിൽ തന്നെ ഇത് എത്ര കാലം മറച്ചു വെക്കാൻ കഴിയും? എന്നാലും എല്ലാവരും അറിയില്ലേ എന്ന് രാജലക്ഷ്മി. അമ്മേ, എന്നെ ഓർത്ത് അമ്മയെല്ലാം ക്ഷമിക്കണം. അവർ വിചാരിക്കുന്നത് മാലതിയുടെ കാര്യമാണ്, എന്നാൽ ജഗദീഷ് പറയുന്നത് നന്ദിനിയുടെ കാര്യം. നീ വിഷമിക്കണ്ട, ഞങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. എൻ്റെ മകൾ തന്നെയല്ലേ അവള് എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ സാവിത്രി പറയുന്നുണ്ട്, ഭ്രാന്തുള്ള കാര്യം അവളെ അറിയിക്കേണ്ടെന്ന്. മാലതിയാണെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നു. ഇവിടെ എല്ലാവർക്കും ഭ്രാന്താണ്. ഇനിയും ഞാൻ ഇവിടെ നിന്നാലേ അത് ശരിയാവില്ല. ഞാൻ വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചത് മാലതിയെക്കുറിച്ചായിരുന്നോ എന്ന് ജഗദീഷ്. പിന്നെ അല്ലാതെ അവൾക്കല്ലേ വയ്യായിക എന്ന് സാവിത്രി. അവൾക്ക് പറയത്തക്ക വയ്യായികയില്ലെന്ന് ജഗദീഷ്. അവൾ നേരത്തെ വന്ന് ഞങ്ങളോട് പറയുകയാണ് നന്ദിനി ഗർഭിണിയാണെന്ന്. പിന്നെ എന്തൊക്കെയോ പിച്ചും പെയ്യുകൾ പറയുമായിരുന്നു. അമ്മയോട് പറഞ്ഞു നന്ദിനിയോടെങ്ങാനും പറഞ്ഞാൽ അവൾക്ക് വിഷമമാകില്ലേ എന്ന് രാജലക്ഷ്മി. ഇനി ഞാനൊരു സത്യം പറയട്ടെ എന്ന് ജഗദീഷ്. ഈ സമയത്താണ് മാലതി ബാഗുമായി ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ജഗദീഷ് പറയുന്നത് അവർ കേൾക്കുന്നതുമില്ല. എന്നാൽ ഇതേ സമയം മൈഥിലി ആ ഹോളിൽ ഇരിക്കുന്നത് മാലതി കാണുന്നുണ്ട്.
കൂടെ വക്കീലുമുണ്ട്. അതുകൊണ്ട് തന്നെ ബാഗ് കൊണ്ടുപോയി നേരെ അവരുടെ അടുത്തേക്ക് പോവുകയാണവർ. മൈഥിലിയും വക്കീലും എന്ന് മാലതി അവരോട് പറയുന്നു. എല്ലാവരും ഞെട്ടലോടെ എഴുന്നേൽക്കുന്നുണ്ട്. അധികാരത്തോടെയാണ് മൈഥിലി അവിടെ ഇരിക്കുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.